ഹായ്. ഓരോ സിനിമ നിർമ്മിക്കുമ്പോഴും അതിന്റെ സംവിധായകന്റെയും എഴുത്തുകാരന്റെയും ഒക്കെ മനസ്സിലുണ്ടാവും ഈ ടൈപ്പ് പ്രേക്ഷകരാണ് ഇത് കണ്ട് വിജയിപ്പിക്കാൻ പോകുന്നത് എന്ന്. ആ ടൈപ്പ് അല്ലാത്ത പ്രേക്ഷകർ കൂടുതലായിട്ട് ആ സിനിമ കാണുമ്പോൾ അതിനെ വിമർശിക്കുകയും അധികം പേര് ഇത് കാണാതിരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല സിനിമകളും നശിച്ചു പോകാറുണ്ട്. ഞാൻ പറയാൻ വന്നത്, റിവ്യൂ ചെയ്ത് നശിപ്പിച്ച പല പടങ്ങളും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നല്ല രസമുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ OTT വന്നിട്ടായിരിക്കും കാണുക, ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നും. അത്രത്തോളം ഡിഫറെന്റ് ആണ് നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ. ഓരോ സിനിമയും ആവശ്യപ്പെടുന്ന പ്രേക്ഷകനായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ കാണുന്ന എല്ലാ സിനിമയും നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഓരോ ടിക്കറ്റും നമുക്ക് വെർത്തായിരിക്കും. പറയാൻ വരുന്നത് ഇന്ന് റിലീസായിട്ടുള്ള ജീത്തു ജോസഫ് ചിത്രമായ നുണക്കുഴിയുടെ വിശേഷങ്ങളാണ്. ഈ സിനിമയുടെ ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ അഭിനേതാക്കളാണ്. വൻ താരനിരയാണ് ഈ സിനിമയിലുള്ളത്. ബേസിൽ ജോസഫിൽ തുടങ്ങി സിദ്ദീഖിലൂടെ, ഗ്രേസിലൂടെ, നിഖില വിമലിലൂടെ, സ്വാസികയിലൂടെ, അങ്ങനെ 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 ഒരു വലിയ വമ്പിച്ച താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ നമ്മൾ ഒരുപാട് പഠിക്കണം, ചിന്തിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരാജയമായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടാണ്, ടെൻഷൻസ് ആണ്, പോയിട്ടൊന്ന് ചില്ലായിട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീര പടമാണ് ഈ സിനിമ. ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഒരു 1990കളിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് തോന്നി. നമുക്ക് ഈ സിനിമയുടെ ടൈപ്പ് കഥകൾ നമ്മൾ ആ കാലത്താണ് കണ്ടിട്ടുള്ളത്. അതായത് കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു, അവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നം, ഈ പ്രശ്നങ്ങൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ വിചാരിക്കും ഇപ്പം വീയും എന്ന് വിചാരിച്ച് സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി അവസാനം ഒരു കോലത്തിലാവും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ അവസാനം വേറൊരു ടൈപ്പാണ്. എനിവേ, ആ രീതിയിൽ നമ്മൾ 90s കണ്ടു പറഞ്ഞിട്ടുള്ള മുകേഷിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ട് ചിരിച്ചിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. സിനിമയുടെ മറ്റെല്ലാ മേഖലയും ഈ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിലുണ്ട്, മ്യൂസിക് ഇതിലുണ്ട്, ലിറിക്സ് ഒക്കെ നല്ലതാണ്, മേക്കിംഗ് ഈ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ടുണ്ട്. നമുക്ക് പല സീനും, ഇതൊരു ഡ്രാമയാണ്, ഒരു കോമഡി ഡ്രാമ. അപ്പൊ പല സീനും ഇത്തിരി ഓവർ ആക്ടിങ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും, പലരുടെയും പെർഫോമൻസ് ഒക്കെ. പക്ഷെ ഓവർ അല്ല. ആ സിനിമയെ ഞാൻ പറഞ്ഞല്ലോ, ആ ആംഗിളിൽ കാണുമ്പോൾ അതൊന്നും അത്ര ഓവർ അല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സിദ്ദീഖിന്റെ പല മാനറിസം, ബോഡി ലാംഗ്വേജ് കാര്യങ്ങളാണ്. ചില ചില നൃത്തമോ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ ശരിക്കും ഒരുപാട് പഠിക്കാനല്ല, അതിലൊന്നും പഠിക്കാനൊന്നുമില്ല. ആ രീതിയിൽ സമീപിക്കേണ്ട ഒരു സിനിമ അല്ല ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ലാവാൻ, ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒന്ന് കണ്ട് രസിച്ചിങ് പോരാൻ, വെറുതെ ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് രസിച്ചിങ് പോരാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.